പാലക്കാട്ടേക്കൊന്ന് പോവുകയാണെങ്കിൽ അവിടെ പാലക്കാട് പിരായിരിയിൽ രാഹുൽ മാങ്കോട്ടത്തലിനെ വഴി തടഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അതിൽ ഡിവൈഎഫ്ഐ BJP പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. MLAയുടെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അന്യായമായി സംഘം ചേർന്ന് വഴി തടഞ്ഞ് വാഹനത്തിന് കേടുപാട് വരുത്താൻ ശ്രമിച്ചു എന്നാണ് കേസ്. ഗോകുൽ VS ഉണ്ട് ഒരിക്കൽ കൂടി വിവരങ്ങൾ നൽകാൻ. ഗോകുൽ, ഗുഡ് മോർണിംഗ്. BJP ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിവരങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഒരു പരിപാടിക്ക് എത്തിയപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരും SFI പ്രവർത്തകരും BJP പ്രവർത്തകരും അയാളെ തടയുകയും വാഹനത്തിന് മുന്നിൽ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ വിഷയത്തിലാണ് പാലക്കാട് നോർത്ത് പോലീസ് കേസെടുത്തത്. രാഹുൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. രാഹുലിനെ വഴി തടഞ്ഞു, അതുമാത്രവുമല്ല വാഹനം ആക്രമിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പരാതിയിൽ പറയുന്നത്. അതെല്ലാം തന്നെ ഈ കേസിലും വന്നിട്ടുണ്ട്. ഇതനുസരിച്ച് ഡിവൈഎഫ്ഐ BJP പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തത്. അത് ആരൊക്കെ സമരത്തിൽ പങ്കെടുത്തു, ആരാണ് നേതൃത്വം നൽകിയത്, ഇതനുസരിച്ച് ഈ വിഷയത്തിൽ ഇനി കൂടുതൽ ആളുകളെ പ്രതി ചേർക്കും. CJPക്കാര്, അതായത് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിക്കാര് കഴിഞ്ഞ ദിവസം പിരായിരിയില് നമ്മളെ രാഹുൽ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോ ഞങ്ങൾ രാഹുലിനെ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു തടയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നല്ല. എന്നാ പിന്നെ വണ്ടി കടത്തി വിടാനല്ലേ കുഴപ്പമുള്ളൂ, ബുദ്ധിമുട്ടുള്ളൂ, തടസ്സമുള്ളൂ. എന്നാ പിന്നെ ഞാനങ്ങ് നടന്ന് നീങ്ങാമെന്ന് പറഞ്ഞ് നമ്മളെ ലൂസിഫറിലെ ആ രംഗം രാഹുൽ അങ്ങ് ക്രിയേറ്റ് ചെയ്തിട്ട് രാഹുൽ ആ റോഡ് ഉദ്ഘാടനം ചെയ്തു എന്ന് മാത്രമല്ല ഈ പറയുന്ന CJPക്കാർക്ക് മൊത്തം ലഡു കൊടുക്കുകയും ചെയ്തു. ഇപ്പോഴിതാ അടുത്ത ഒരു പണി രാഹുല് നല്ല 8ന്റെ പണി കൊടുത്തിരിക്കുകയാണ്. തന്റെ വാഹനം തടയുകയും തന്റെ അവകാശത്തെ തടയുകയും അതുപോലെ തന്നെ തന്റെ വാഹനത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്ത ഈ പറയുന്ന CJPക്കാരെ, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിക്കാരെ പരാതി നൽകിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനനുസരിച്ച് കേസും എടുത്തിട്ടുണ്ട്. ഇപ്പോ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയാമോ? നമ്മളെ പിരായിരി എന്ന് കേൾക്കുമ്പോൾ ഭ്രാന്ത് വരുന്ന ആ ഒരാളുണ്ടല്ലോ. പിരായിരി എന്ന് കേൾക്കുമ്പോൾ ആകെ എന്താ പറയണ്ട അസ്വസ്ഥനാകുന്ന ആ വ്യക്തി, അയാൾ എവിടെയാണ് എന്നുള്ളതാണ്. പാവം ഈ പ്രവർത്തകരെ ഇങ്ങനെ പിരികേറ്റി രാഹുലിനെ തടയാനൊക്കെ വേണ്ടി പറഞ്ഞു വിട്ടിട്ട് ഈ വ്യക്തി എവിടെയോ ഒളിവിൽ കഴിയുകയാണ്. ഇപ്പൊ എന്തായി? ഈ സരീം പറഞ്ഞ വാക്ക് കേട്ടിട്ട് എടുത്തു ചാടി ഈ തടയാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ CJPക്കാര്, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിക്കാർക്ക് എന്തായി? കേസുമായി അകത്തും കിടക്കാം. ആളുകളെയൊക്കെ തിരിച്ചറിയും. ആ കാര്യങ്ങളിലൊന്നും ഒരു തർക്കവും വേണ്ട. ആരൊക്കെയാണ് നേതൃത്വം നൽകിയതെന്നും ആരൊക്കെയാണ് തടഞ്ഞത് എന്നും ഒക്കെ കണ്ടുപിടിക്കും. പോലീസ് വീഡിയോ പരിശോധിക്കാൻ നിൽക്കുന്നുണ്ട്. ആളുകളെ ഐഡന്റിഫൈ ചെയ്യും, അന്വേഷണം നടക്കുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങളൊരു കേസല്ലേ കൊടുക്കുള്ളൂ, തലയൊന്നും പോകില്ലല്ലോ എന്ന് സമാശ്വസിക്കണ്ട. പണി വരുന്നുണ്ട് മക്കളെ. മിണ്ടാതിരിക്കുമെന്ന് കരുതി അല്ലെങ്കിൽ രാഹുൽ പ്രതികരിക്കില്ല എന്ന് കരുതിയിട്ടാണ് ഈ കോപ്രായങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നതെങ്കിൽ 10 വട്ടം ആലോചിച്ചിട്ട് ഇറങ്ങിയാൽ മതി. കാരണം നിങ്ങളെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടൂല. ഒന്നില്ലെങ്കിൽ ഇപ്പൊ കേസും പോലീസും കസ്റ്റഡിയും ഒക്കെ നമുക്ക് ഒരു വലിയ അഭിമാനമായി കൊണ്ട് നടക്കാം. എപ്പോ നിങ്ങൾ രാഹുലിനെ തടഞ്ഞിട്ട് രാഹുല് ഉദ്ഘാടനം ചെയ്യാതെ രാഹുൽ അവിടുന്ന് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിൽ അഭിമാനിക്കാമായിരുന്നു. ഇതിപ്പോ അതൊന്നല്ലല്ലോ സംഭവിച്ചേ. നിങ്ങൾ ആർക്കോ വേണ്ടി കുരച്ചു, പക്ഷേ അതിലൊരു കാര്യം ഉണ്ടായില്ല. ഇതിപ്പോ മറ്റേ കുരക്കുന്ന പട്ടികൾ കടിക്കില്ല എന്ന് പറയാറില്ലേ, അത്തരത്തിൽ തന്നെ നിങ്ങൾ അവിടെ നിന്ന് വെറുതെ കുരച്ചുകൊണ്ടേയിരുന്നു. രാഹുൽ വന്നു, ഉദ്ഘാടനം ചെയ്തു, ജനങ്ങളോട് സംസാരിച്ചു, രാഹുലിനെ ജനങ്ങൾ തോളിലേറ്റി, അവർ രാഹുലിനെ ആവേശത്തോടു കൂടി സ്വീകരിച്ചു, ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ഇതൊക്കെ കാണേണ്ട ഒരു ഗതികേട് നിങ്ങൾക്ക് ഉണ്ടായില്ലേ? അത് മാത്രമല്ല, നിങ്ങൾ ഭൂലോക പരാജയമായെടുത്ത് വീണ്ടും നിങ്ങൾക്ക് തിരിച്ചടിയാവുകയാണ്. ഇനി കേസ് കുണ്ടാമണ്ടി, പോലീസ് സ്റ്റേഷൻ, കോടതി എന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കേണ്ടി വരും. അപ്പോ ഇത്തരത്തിലുള്ള പണിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോ ഒന്നില്ലെങ്കിൽ നീയത്താക്കണം. എന്ത്? ഇന്ന് രാഹുലിനെ ഞങ്ങൾ തടയുമെന്ന് പറഞ്ഞ രാഹുൽ എന്തിനാണോ വരുന്നത് അത് ഞങ്ങൾ സമ്മതിക്കില്ല, രാഹുലിനെ ഞങ്ങൾ മടക്കി അയക്കുമെന്ന് തീരുമാനിച്ചിറങ്ങണം. എന്നിട്ട് അങ്ങനെ തീരുമാനിച്ചിറങ്ങിയാൽ മാത്രം പോരാ. രാഹുൽ ഇപ്പോൾ ഉദ്ഘാടനത്തിനാണ് വരുന്നതെങ്കിൽ രാഹുൽ ആ ഉദ്ഘാടനം ചെയ്യാൻ കഴിയാതെ, അതിൽ പങ്കെടുക്കാൻ കഴിയാതെ രാഹുൽ തിരിച്ചു പോകുന്ന രീതിയിൽ നിങ്ങൾ പ്രതിഷേധിക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ പ്രതിഷേധം കൊണ്ട് എന്തെങ്കിലും ഒരു ഫലമുണ്ടായി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോഴേ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ വരുമ്പോഴേ
ഒരു ആശ്വസിക്കാൻ പറ്റുകയുള്ളൂ. എന്തെങ്കിലും ഒരു നമ്മൾ നമ്മുടെ പ്രവൃത്തി കൊണ്ട് എന്തെങ്കിലും ഒരു പ്രതിഫലനം ഉണ്ടാക്കി എന്നുള്ള ഒരു തോട്ട് അത് നമ്മുടെ സ്വന്തം മനസ്സിൽ പോലും ഉണ്ടാവണമെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ കാര്യം നിങ്ങൾ നോക്കി നോക്കുക. ഇപ്പൊ പിരായിരിയിൽ നിങ്ങൾ തടഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നു. ഓക്കെ, തടഞ്ഞു. അപ്പൊ തടഞ്ഞ രാഹുലിനെ നിങ്ങൾ തിരിച്ചയച്ചോ? ഇല്ല. പിന്നെ എന്താ ചെയ്തത്? രാഹുൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങി, രാഹുൽ നടന്നു, രാഹുൽ അവിടെ എത്തി, അത് ഉദ്ഘാടനം ചെയ്തു, അവിടെ സംസാരിച്ചു, ആളുകളുമായിട്ട് സൗഹൃദം പങ്കിട്ടു, ജനങ്ങളൊക്കെ രാഹുലിനെ സ്വീകരിച്ചു, തന്നെ കാണാൻ വന്നവർക്ക് കൈ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ലഡും തിന്നിട്ടാണ് രാഹുൽ അവിടുന്ന് പിരിഞ്ഞു പോയത്. അപ്പോ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾക്ക് പലരും നിങ്ങളെ പിരികേറ്റും, പലരും നിങ്ങളെ ഇറക്കി വിടും. പക്ഷേ അവരൊക്കെ ആ മൂലക്കിരുന്നിട്ട് പിരികേറ്റാനും ഇറക്കി വിടാനും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് നയിക്കാനൊന്നും ഇവരാരും ഉണ്ടാവില്ല. അപ്പൊ എന്താവും എന്ന് ചോദിച്ചാൽ ഇത്തരത്തിൽ കേസുകൾ വരുമ്പോൾ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഈ അനുഭവിക്കുക എന്ന് പറഞ്ഞപ്പോൾ തല പോകുന്ന കേസൊന്നുമല്ല, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഈ പോലീസ്, കോടതി, പോലീസ് അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും, സാമൂഹിക പ്രവർത്തനങ്ങളും, രാഷ്ട്രീയ പ്രവർത്തനങ്ങളും, പാർട്ടി പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ കൊണ്ടു നടക്കുമ്പോഴും ഇത്തരത്തിലുള്ള കേസ്, കോടതി, പോലീസ് സ്റ്റേഷൻ, പോലീസ് എന്നൊക്കെ പറയുന്നത് അത് പലപ്പോഴും നമ്മുടെ ഒരു സ്വൈര ജീവിതത്തിന് പലപ്പോഴും ബുദ്ധിമുട്ടാവാറുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അവിടെയും ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. കാരണം നിങ്ങൾ ഈ തടയൽ, ഈ പരിപാടി നടത്തിയിട്ട് എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഒന്നും നേടിയിട്ടില്ല. ആ പരിപാടി അതിൻ്റെതായ രീതിയിൽ നടന്നു. അത് മാത്രവുമല്ല, രാഹുലിന്റെ പ്രശസ്തിയും അയാൾക്ക് കിട്ടുന്ന സ്വീകാര്യതയും ഒക്കെ ഈ പറയുന്ന പ്രതിഷേധങ്ങൾ കൊണ്ട് അത് ഇരട്ടിയാക്കാൻ കഴിഞ്ഞു എന്നല്ലാതെ നിങ്ങൾക്കൊരു നേട്ടവും ഉണ്ടായിട്ടില്ല. രാഹുലിനൊരു കോട്ടവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, രാഹുലിന് നിങ്ങളുടെ പ്രതിഷേധങ്ങൾ കൊണ്ട് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് രാഹുലിന് എന്ത് കഴിയുന്നുണ്ട്? നിങ്ങൾ ഇത്തരത്തിൽ പ്രതിഷേധങ്ങളുമായി വരുന്നത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അയാളുടെ വികസന പ്രവർത്തനങ്ങൾ, MLA എന്ന രീതിയിൽ അയാൾ മണ്ഡലത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അയാൾക്ക് യാതൊരു എഫേർട്ടും ഇടാതെ തന്നെ ഈ പ്രവർത്തനങ്ങളൊക്കെ മാധ്യമങ്ങൾ ഒപ്പിയെടുത്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ തടയലും പ്രതിഷേധങ്ങളും എന്നൊക്കെ പറയുന്നത് അത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമാണ്. അയാൾക്കൊട്ട് അയാളുടെ രോമത്തിൽ തൊടാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞതുമില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു തിരിച്ചടി തന്നെയാണ്. നിങ്ങളുടെ പ്രതിഷേധങ്ങൾ കൊണ്ട് അയാളെ തടയാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അയാൾ മാന്യമായി വന്നു, അത് ഉദ്ഘാടനം ചെയ്തു, തിരിച്ചുപോയി. അതിനപ്പുറത്തേക്ക് ഇതൊക്കെ കഴിയുമ്പോൾ ഈ ഒരു പ്രവൃത്തിയുടെ പേരിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ തടഞ്ഞ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിക്കാർക്ക് അത് വലിയൊരു കോട്ടം തന്നെയാണ്. അതിന്റെ പ്രവർത്തകർക്ക് പാർട്ടിക്ക് കോട്ടമുണ്ടോ ഇല്ലയോ എന്നല്ല, തടയാൻ മുൻപിട്ട് ഇറങ്ങിയ ഈ ഓരോ CJP പ്രവർത്തകരും അത് വലിയ കോട്ടം തന്നെയാണ്. അവരുടെ പേഴ്സണൽ ലൈഫ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് വലിയ ഡ്രോബാക്ക് തന്നെയാണ്. അങ്ങനെ വരുമ്പോഴും നിങ്ങളെ പിരികേറ്റി വിട്ട ആളുകള് ഇപ്പൊ അവരിത് കാണുമ്പോൾ ചിരിക്കുന്നുണ്ടാവും. കാരണം അവന്റെ ഉള്ളിലൊരു തോന്നലുണ്ടാവുമല്ലോ. സരിന്റെ ഉള്ളിൽ ഇപ്പൊ ഒരു തോന്നലുണ്ടാവും, ഞാൻ പറഞ്ഞത് കേട്ടിട്ട് പൊട്ടന്മാരെടുത്ത് ചാടിപ്പോയി. ഇപ്പൊ കേസും കോടതിയും പോലീസ് സ്റ്റേഷനൊക്കെ ആയപ്പോ എനിക്കെന്താ ഇതില്? എനിക്കൊരു കുഴപ്പമില്ല. അവനിക്ക് കേസും ഇല്ല, പോലീസും ഇല്ല, പോലീസ് സ്റ്റേഷനും ഇല്ല, ഒന്നുമില്ല. എന്നാൽ ആ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചവർക്കോ അവർക്ക് കോടതിയും പോലീസും പോലീസ് കേസും ഒക്കെ ആയി അതിന്റെ പിന്നാലെ നടക്കാനേ ഇനി സമയം ഉണ്ടാവുള്ളൂ. അപ്പോ ഈ പറയുന്ന CJPക്കാരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, തടയണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോ. പക്ഷേ അപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ തടഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടം ഉണ്ടാകും എന്നുള്ള കാര്യം. അതല്ല, ഈ തടഞ്ഞത് കൊണ്ട് എന്തെങ്കിലും കോട്ടമാണോ നിങ്ങൾക്കുണ്ടാവുക എന്നുള്ള ചിന്ത കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത് നല്ലതാണ്. മനസ്സിലായില്ലേ? അപ്പോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വീട്ടിലെത്തുമ്പോഴേക്കും പോലീസ് അന്വേഷിച്ച് വരുന്ന ഒരു ഗതികേട് ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായി മാറും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്താൽ മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നല്ല. രാഹുലിനെ സംബന്ധിച്ചിടത്തോളവും ഇതൊരു വലിയ പ്രശ്നമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രതിഷേധങ്ങളും നിങ്ങളുടെ തടയലുമൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു വലിയ അഡ്വാൻറ്റേജായി മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ അയാളുടെ വികസന പ്രവർത്തനങ്ങളൊക്കെ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കൂടി അയാളുടെ പരിപാടികളിൽ ഉണ്ടാവുന്നത് കൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു
ഒരു ഒരു ഒരു കടമ അത് നമ്മുടെ കേരളത്തിലുള്ള മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നുമുണ്ട്. അപ്പോൾ ആ സ്ഥിതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്താൻ ഏറ്റവും എഫേർട്ട്ലെസ് ആയിട്ട് പൈസ ചെലവില്ലാതെ പണച്ചെലവില്ലാതെ ഒരു പണിയും എടുക്കാതെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള വഴി നിങ്ങളുടെ ഈ പ്രതിഷേധങ്ങൾ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് അയാൾക്കുമുണ്ട്. അപ്പൊ അതുകൊണ്ട് അയാൾ നിങ്ങൾ എന്ത് ചെയ്താലും നോ ഇഷ്യൂ. പിന്നെ വാഹനമൊക്കെ കേടുപാട് വരുത്തി വേറെ എന്തെങ്കിലും രീതിയിൽ പ്രതിഷേധങ്ങൾ അക്രമങ്ങളാക്കി മാറ്റാനാണ് തീരുമാനമെങ്കിൽ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വരും നിങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതിനപ്പുറത്തേക്ക് പോലീസ് സ്റ്റേഷൻ മാത്രമായിരിക്കില്ല നിങ്ങൾ കയറി ഇറങ്ങേണ്ടി വരിക, ചിലപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിലും കയറി പോകേണ്ടി വരും. കാരണം അവിടെ തടയാൻ വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത് നിങ്ങൾ മാത്രമല്ല പാലക്കാട് ഉള്ളത് എന്നുള്ള കാര്യം, ആ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടായാൽ നല്ലതാണ്.